ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 3 മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണുന്നത്. ഞാൻ ജനിച്ചത് വാൾറോസിന്റെ നോർത്ത് ഭാഗത്തുള്ള ഒരു ചെറിയ ഫാമിലാണ്. നോബൽ കുടുംബത്തിലെ റൈസിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമായിരുന്നു അത്. ഓർമ്മ വെച്ച കാലം മുതലേ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഞാൻ അവരെ അവിടെ സഹായിക്കുമായിരുന്നു. എന്ന് എന്റെ അമ്മ എപ്പോഴും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണാറ്. പക്ഷെ അവരെ കാണാൻ നല്ല ഭംഗിയാ. ചില രാത്രികൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അവർ ടൗണിലോട്ട് പോവാറുണ്ട്. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെ ഒരു ദിവസം അവർ ടൗണിലോട്ട് പോയ സമയത്ത് അവർ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് ഞാൻ എടുത്തു നോക്കി. മാതാപിതാക്കളുടെ സ്നേഹവും അവരുടെ ബന്ധത്തെ പറ്റിയൊക്കെ പറയുന്നതായിരുന്നു ആ പുസ്തകം. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും ഞാൻ അതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആകാംക്ഷ കൊണ്ട് ഞാൻ അമ്മയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് അറിയാനുള്ള കൊതി കൊണ്ടാത്. പക്ഷേ അമ്മ എന്നെ അന്ന് തട്ടിമാറ്റി. പക്ഷെ എന്നാലും അമ്മയിൽ നിന്നും എനിക്കുണ്ടായ ആദ്യത്തെ അനുഭവം അതായതുകൊണ്ട് എനിക്ക് ഒരുപാടധികം സന്തോഷമായി. പക്ഷെ പിന്നീട് അമ്മ എന്നോട് പറഞ്ഞത്, ഈ പെണ്ണിനെ കൊല്ലാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. അതായിരുന്നു അമ്മ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ വാക്കുകൾ. അതിനുശേഷം അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി മറ്റെവിടെയോ താമസം തുടങ്ങി. പിന്നീട് ഒരുപാട് വർഷമായിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ 3 വർഷങ്ങൾക്ക് മുൻപ് വാൾമാറിയെ തകർന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി എന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ഒരാൾ എന്റെ അടുത്തോട്ട് വന്നു. പരിചയപ്പെട്ടതിൽ സന്തോഷം ഹിസ്റ്റോറിയ. എന്റെ പേര് റോഡ് റൈസ്. ഞാനാണ് നിന്റെ അച്ഛൻ. അന്ന് ആദ്യമായിട്ടാണ് എന്റെ അച്ഛനെ ഞാൻ കാണുന്നത്. അവരുടെ കൂടെ എന്റെ അമ്മയും ഉണ്ടായിരുന്നു. ഹിസ്റ്റോറിയ, നീ ഇനി മുതൽ എന്റെ കൂടെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് റോഡ് റൈസ് അവരെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അപ്പോഴാണ് അവരെയും കാത്ത ആ വീടിന് പുറത്ത് കുറച്ചു പേർ നിൽക്കുന്നത്. അവരെ കണ്ട് ആ അമ്മ പേടിച്ച് നിലവിളിക്കുന്നു. അത് വേറെ ആരുമല്ല, റിപ്പർ കെനിയും അവരുടെ ആളുകളുമായിരുന്നു. ഇത് പ്രശ്നമാണല്ലോ ലോർഡ് റൈസ്, വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. വാൾമറിയുടെ തകർച്ച നിങ്ങളെ ഭയപ്പെടുത്തി തുടങ്ങിയോ എന്ന് പറഞ്ഞ് റിപ്പർ കെനി ആ ലേഡിയെ പിടിക്കുന്നു. ഇത് കണ്ട് അമ്മേ എന്ന് വിളിക്കുകയാണ് ഹിസ്റ്റോറിയ. അല്ല, ഇതിന്റെ അമ്മ ഞാനല്ല, ഞാൻ ഇവളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് കേട്ട് കെനി, ഇവൾ പറയുന്നത് ശരിയാണോ ലോർഡ് റൈസ്? നിങ്ങളും ഇവരും തമ്മി ഒരു ബന്ധവുമില്ലേ? ഇത് കേട്ട് ലോർഡ് റൈസ് ഒരു നിമിഷം ചിന്തിക്കുന്നു. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. എനിക്കിവരും തമ്മി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഹിസ്റ്റോറിയയുടെ കൈ അങ്ങ് വിടുന്നു. ഇതേ സമയം ആ ലേഡിയെ ബലം പ്രയോഗിച്ച് റിപ്പർ കെനി താഴെ ഇരുത്തുന്നു. എന്താ നിങ്ങൾ ചെയ്യുന്നേ? എന്നെ വെറുതെ വിട്. ഇനി ഇങ്ങനെ ഒരു വ്യക്തിയില്ല. നീ ഇവിടെ ജോലി ചെയ്തിട്ടില്ല, ആർക്കും നിന്നെ അറിയത്തുമില്ല എന്ന് പറഞ്ഞ് റിപ്പർ കോണി അവളെ കൊല്ലാൻ വേണ്ടി ഒരു കത്തി എടുക്കുന്നു. മാസ്റ്റർ, ഇവര് പറയുന്ന ഒന്നും ശരിയല്ലെന്ന് ദയവ് ചെയ്തൊന്ന് പറ മാസ്റ്റർ. ഇത് കണ്ട് ഹിസ്റ്റോറിയ അമ്മേ എന്ന് വിളിച്ച് അവരുടെ അടുത്തോട് ചെല്ലുന്നു. നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ. അതായിരുന്നു അവസാനമായിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞത്. പിന്നീട് നമ്മൾ കാണുന്നത് റിപ്പർ കെനി ഇവളെയും കൊല്ലാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് അച്ഛൻ അതിലിടപെട്ടു. നീ ദൂരെ എങ്ങോട്ടെങ്കിലും പോയി രഹസ്യമായിട്ട് ജീവിച്ചാൽ നിന്നെ കൊല്ലില്ല. ഇന്നു മുതൽ നിന്റെ പേര് ക്രിസ്റ്റലൈൻസ് എന്നായിരിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് പ്രസന്റിലെ സീനാണ്. ചെയ്ത എല്ലാ തെറ്റുകൾക്കും നീ എന്നോട് ക്ഷമിക്കണം. അന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. നീ മറ്റുള്ളവരെ പോലെയല്ല, രാജരക്തമാണ് നിന്റെ ഉള്ളിലൂടെ ഒഴുകുന്നത്. ഇത് കേട്ട് ഹിസ്റ്റോറിയക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതേസമയം വിരല് കടിക്കാതിരിക്കാൻ വേണ്ടി വായൊക്കെ കെട്ടിയിട്ട് ഒരു മൂല കെട്ടിരിക്കുകയാണ് എറിനെ. അവനും ഈ കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. നമ്മുടെ റേസ് ഫാമിലിയാണ് ശരിക്കുള്ള രാജകുടുംബം. അതുകൊണ്ട് നമുക്ക് പോവാം ഹിസ്റ്റോറിയ. എല്ലാം ആരംഭിച്ച ആ സ്ഥലത്തോട്ട് എന്ന് പറഞ്ഞ് അവളെ വിളിക്കുവാണ് ലോർഡ് റൈസ്. പിന്നീട് നമ്മൾ കാണുന്നത് റാൽഫിന്റെ അടുത്തോട്ട് വരുന്ന സാനസിനെയാണ്. വന്നുടനെ തന്നെ സാനസ് അവന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നു. നീ രാജാവിനെ ഒറ്റിക്കൊടുക്കൂലടാ. ഇത് കേട്ട് റാൽഫിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഹേയ് സാനസ്, അവനൊന്നും പറഞ്ഞിട്ടില്ല. ആക്ച്വലി അവനെ ചോദ്യം ചെയ്തിട്ട് പോലുമില്ല. ഇത് ഞങ്ങളുടെ ഒരു പ്ലാൻ മാത്രമായിരുന്നു. നീയാണ് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത് എന്ന് പറയുവാണ് ഹാൻജി. ഇത് കേട്ട് അങ്ങനെയാണെങ്കിൽ ഞാനാണോ രാജാവിനെ ചതിച്ചേ എന്ന് പറഞ്ഞ് താഴെയിരിക്കുവാണ് സാനസ്. ഹേയ്, നീ ഒരു ഡെവിളാ. ഇത് കേട്ട് ഹാൻജി, എല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിന്നെ പറ്റിയും പാസ്റ്റർ നിക്കിന്റെ അഭിപ്രായം ഇത് തന്നെയായിരിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. നിന്റെ ഒക്കെ കാര്യമോർത്ത് കഷ്ടം തോന്നുന്നു. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കാള പോലെ വളർന്നിട്ടും ഇരുന്ന് മോങ്ങുന്നു. നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം. നിന്റെ ഒക്കെ ബാക്കിയുള്ള ജീവിതം ഈ ജയിലിൽ കടന്ന് തീരാനുള്ളതാ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ഹാൻജി അവിടെ നിന്നും പോവാൻ നിൽക്കുന്നു. അടുത്തത് നീയാ. ഞങ്ങൾ ചെയ്യുന്ന ഈ റോളിന് ഒരു ഓർഡർ ഉണ്ട്. ഒരാളുടെ റോൾ കഴിയുമ്പോ ആ സ്ഥാനത്തേക്ക് അടുത്ത ആൾ വരും. അപ്പോഴും ഇതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. സോ ഗുഡ് ലക്ക് ഹാൻജി എന്ന് പറയുവാണ് സാനസ്. ഇത് കേട്ട് ഹാൻജി മുകളിലോട്ട് വരുന്നു.
ഒരു ദീർഘശ്വാസം വലിച്ചതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന മേശയെല്ലാം തട്ടി അങ്ങ് തെറിപ്പിക്കുന്നു. ഇതേ സമയമാണ് ക്യാപ്റ്റൻ ലീവായി അങ്ങോട്ട് വരുന്നത്. എന്നോട് ക്ഷമിക്കണം, ഇവിടെ വലിയൊരു പാറ്റ ഉണ്ടായിരുന്നു, അതിനെ കൊല്ലാൻ വേണ്ടിട്ടാ. ഓ, ആ ചവിട്ടിൽ അതങ്ങ് പരലോകത്തെത്തി കാണുമല്ലോ. ശരി, അവരോട് കാര്യങ്ങൾ പറയാനുള്ള സമയമായി എന്ന് പറഞ്ഞ് ഹാൻജിയും ലീവായും ആർമിന്റെയും മിക്കാസയുടെ ഒക്കെ എടുത്തോട്ട് പോകുന്നു. എന്ത്, എറിനെ തിന്നുവെന്നോ? അതെ, അന്ന് എറിൻ എഴുതി തന്ന സംഭവം ഡീകോഡ് ചെയ്തപ്പോ എനിക്ക് അതാണ് മനസ്സിലായത്. എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ഏമിർ ചോദിക്കുന്നു. എനിക്കറിയില്ല, ഒരു മനുഷ്യനെ തിന്നണമെന്ന് നീയോ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്ന് ബെർഡോൾഡും പറയുന്നു. അവരുടെ ആ സംഭാഷണത്തിൽ നിന്നും ഏമിർ പുറത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഒരു സാധാരണ ടൈറ്റൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അനിയുടെയും ബെർഡോൾഡിന്റെയും റെയിനറിന്റെയും കൂടെ ഉണ്ടായിരുന്ന ഒരാളെയാണ് ഏമിർ അന്ന് തിന്നത്. സോ സാധാരണ മനുഷ്യനെ തിന്നാൽ ടൈറ്റനുകൾക്ക് തിരിച്ച് മനുഷ്യനാവാൻ സാധിക്കില്ല. പക്ഷെ റെയിനറിനെ പോലെ ടൈറ്റനായി മാറാൻ കഴിവുള്ള ഒരാളെയാണ് ഒരു സാധാരണ ടൈറ്റൻ തിന്നുന്നതെങ്കിൽ ആ സാധാരണ ടൈറ്റനെ തിരിച്ച് മനുഷ്യനാവാൻ സാധിക്കും. മാത്രമല്ല, ഏത് ടൈറ്റനെയാണോ തിന്നുന്നത് ആ ടൈറ്റന്റെ ശക്തി അവർക്ക് ലഭിക്കുകയും ചെയ്യും. ആ ദിവസം എറിന്റെ മേലോട്ട് ഒരുപാട് ടൈറ്റനുകളെ റെയിനർ എടുത്ത് എറിയുന്നത് നമ്മൾ കണ്ടതല്ലേ. എറിന് മറ്റു ടൈറ്റനുകളെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. സോ മറ്റു ടൈറ്റനുകളെ ഉപയോഗിച്ച് ആ ശക്തി മോഷ്ടിക്കാനാണ് റെയിനർ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവന്റെ ശക്തി അവന്റെ ശത്രുക്കൾക്ക് അവനിൽ നിന്നും തട്ടിയെടുക്കാൻ സാധിക്കും. ഗവൺമെന്റിന്റെ കൂടെ ഒരു ടൈറ്റൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എറിന്റെ കയ്യിൽ നിന്നും ആ ശക്തി എടുക്കും. ഇത് കേട്ട് മിക്കാസ ദേഷ്യത്തോടെ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു. ഹേ നിക്ക്, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോയതുകൊണ്ട് അവർ എറിനെ തിരിച്ചു തരില്ല. സോ നമ്മളിപ്പോ പോവേണ്ടത് ലോർഡ് റൈസിന്റെ അടുത്തോട്ടാണ്. സോ അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെടാൻ ശ്രമിക്കുന്നു. റൈസ് കുടുംബത്തെ പറ്റി അറിഞ്ഞിടത്തോളം ഞാൻ എർവിന്റെ അടുത്ത് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് ഹാൻജി അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കമാൻഡർ എർവിനെയാണ്. ഇതേസമയമാണ് എർവിന്റെ അടുത്തോട്ട് കമാൻഡർ പിക്സസ് വരുന്നത്. ഈ രാത്രി വന്ന് ശല്യം ചെയ്തതെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നീ അയച്ച കത്തുകളെല്ലാം ഞാൻ വായിച്ചിരുന്നു. മറുപടി നേരിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. അതിനു മുൻപ് നീ ശരിക്കും ഇത് ചെയ്യാൻ തന്നെ പോവാണോ? അതെ, വാൾമാറിയെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്നും മാറ്റണം എന്ന് പറയുവാണ് എർവിൻ. ഇതേ സമയം നമ്മൾ കാണുന്നത് ലോർഡ് റൈസ് ഹിസ്റ്റോറിയനെയും എറിനെയും കൊണ്ട് എങ്ങോട്ടോ പോകുന്നതാണ്. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ജനങ്ങൾ പ്രതികരിക്കുന്നത് വരെ ഈ ചെറിയ ലോകത്തിന് ആയുസുള്ളൂ. ഞാൻ രാജാവിനെതിരെ സംസാരിക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയാണ് കമാൻഡർ പിക്സസ്. എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇതിനു വേണ്ടി സൈനികരുടെ സഹായം ആവശ്യം വരില്ല, ആരുടെ ജീവനും നഷ്ടപ്പെടുത്തേണ്ടിയും വരില്ല. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലും തയ്യാറാക്കാൻ ഇതുവരെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷെ അവസാനം കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും തൂങ്ങും. ഓ, അത്രയുള്ളോ? ചുരുക്കി പറഞ്ഞ ഒരു ഭാഗ്യ പരീക്ഷണം അല്ലേ? എന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. എന്റെ അച്ഛൻ ഒരു ടീച്ചറായിരുന്നു എന്ന് എർവിൻ പറയുന്ന സമയത്താണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ടൈറ്റനായി മാറാൻ കഴിവുള്ള ഒരാളെ ഒരു സാധാ ടൈറ്റൻ കഴിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ച് മനുഷ്യനാവാൻ സാധിക്കും. മാത്രമല്ല, ആ ടൈറ്റന്റെ എല്ലാ ശക്തിയും ഈ നോർമൽ ടൈറ്റന് കിട്ടുകയും ചെയ്യും. ഇതേ സമയം എർവിനും പിക്സസും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ട് ഹാൻജിയും ഒരു ഓഫീസറും വരുന്നത്. സാർ, നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടന്നു. ഓ, ഭാഗ്യപരീക്ഷണം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നു കമാൻഡർ എന്ന് പറയാണ് എർവിൻ. നിലവിലുള്ള രാജകുടുംബം വ്യാജമാണ്, റൈസ് കുടുംബമാണ് യഥാർത്ഥ രാജകുടുംബം. ഇത് കേട്ട് കമാൻഡർ പിക്സസ് ഞെട്ടുന്നു. എറിനെയും ഹിസ്റ്റോറിയെയും രക്ഷിക്കാനുള്ള ശ്രമം ലീവൈസ് കോഡ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. അവരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം ഹിസ്റ്റോറിയെ രാജ്ഞിയായി നമ്മൾ പ്രഖ്യാപിക്കും. രാജ്യരക്തമുള്ള യഥാർത്ഥ രാജ്ഞി. ഓ, അപ്പൊ ഇത്രയും നാൾ ജനങ്ങൾ വിശ്വസിച്ചിരുന്നതെല്ലാം നുണയായിരുന്നുവെന്ന് നമ്മൾ അവരെ തെളിയിക്കും. ശരിയെന്നാ, എന്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ് കമാൻഡർ പിക്സസ് അവിടെ നിന്നും പോകുന്നു. റൈസ് കുടുംബത്തെ പറ്റിയുള്ള അന്വേഷണം എന്തായി എന്ന് ചോദിക്കുകയാണ് ഹാൻജി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതിൽ മാത്രം എന്തോ അസ്വാഭാവികതയായിട്ട് എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് ഹാൻജി കെർവിൻ ഒരു ബുക്ക് എടുത്തു കൊടുക്കുന്നു. ഇതിലെന്താ അതിനു മാത്രമുള്ള എന്ന് പറഞ്ഞ് ഹാൻജി തുറന്നു നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ടൊരു ഓഫീസർ വരുന്നത്. കമാൻഡർ എർവിൻ നിങ്ങളോട് കീഴടങ്ങാനായി ഇന്റീരിയൻസ് കോഡ് ആവശ്യപ്പെടുന്നു. സിറ്റിയുടെ സെൻട്രലിൽ കടന്ന് അവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ട എറിൻ, ഹാൻജി നിങ്ങൾ വേഗം പൊക്കോളൂ. ഇവിടെ സർവേ കോപ്സിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ ഉണ്ടാവണം. നിങ്ങൾ രഹസ്യമായിട്ട് വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ. കൂടാതെ സർവേ കോപ്സിന്റെ അടുത്ത കമാൻഡർ നീയാണ് ഹാൻജി. ഇത് കേട്ട് ഹാൻജി ഒരു നിമിഷം കമാൻഡറിനെ തന്നെ നോക്കുന്നു. സർവേ കോപ്സ് ഇനി നിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് എർവിൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റീവ്സ് കമ്പനിയുടെ ബോസ് മരിച്ചടക്കുന്ന സ്ഥലത്ത് ഒരുപാട് പേർ കൂടിയിട്ടുണ്ട്. എർവിനും അങ്ങോട്ട് വരുന്നു. ഇവരുടെ ആൾക്കാരാണ് എറിനെ ഇന്നലെ തട്ടിക്കൊണ്ടുപോയത്. എറിൻ യേഗറിനെ ഗവൺമെന്റിന് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി സർവേ കോപ്സും ഇവരും ചേർന്ന് കളിച്ച ഒരു നാടകമായിരുന്നെന്നാ അറിയാൻ സാധിച്ചത്. ഇവന്റെ ഉപയോഗം കഴിഞ്ഞപ്പോ ആരും ഒന്നും അറിയാതിരിക്കാൻ ഇവനെ അവർ കൊന്നുകളഞ്ഞു. പക്ഷെ ഇത് ചെയ്തവനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. എറിന്റെ കൂടെ അവനും ഒളിവിലായിരിക്കും. തികട്ടെ എർവിൻ, ഓ, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ് അത്. നിങ്ങൾ നാരികൾ ഇപ്പോൾ ചെയ്യുന്നത് എറിന്റെ ശക്തി നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ആ പ്രവൃത്തി മനുഷ്യരാശിയുടെ നിയമത്തിലെ 6ാം വകുപ്പിന്റെ ലംഘനമാണ്. അതെന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ?
എന്ന് ചോദിക്കുകയാണ് ഫസ്റ്റ് ഇന്റീരിയൻ സ്ക്വാഡ്. ഹ്യൂമാനിറ്റിയുടെ സുരക്ഷയ്ക്കായി ഒരു വ്യക്തിയുടെ മാത്രം മുകളിൽ മുൻഗണന കൊടുക്കാൻ പാടില്ല, ശരിയല്ലേ? അത് തന്നെ. അപ്പൊ സർവേ കോപ്സിലെ എല്ലാവരും ഇതിന് കാരണക്കാരാണ്. അവരെ എല്ലാവരെയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുവാണ് ഇന്റീരിയൻ സ്ക്വാഡ്. ഇതേ സമയം തന്നെ നമ്മൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന ഡീമോന്റെ മകനെയാണ്. അവനവിടെ ആരും കാണാതെ ഒളിച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സർവേ കോപ്സിലെ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇന്റീരിയൻ സ്ക്വാഡിനെയാണ്. എന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ റിപ്പർ കെനി കാണുന്നുണ്ട്. അവിടെ കട്ടിയത് നമ്മൾ കാണുന്നത് ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹാഞ്ചിനെയും ആ ഓഫീസറിനെയുമാണ്. ഇതേ സമയം എർവിൻ മരിച്ചടക്കുന്ന റീവ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രസ്റ്റിലെ ആ ആക്രമണ സമയത്ത് റീവ്സ് അവരുടെ സാധനങ്ങൾ കടത്താൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് ആളുകളെ സേഫാക്കാൻ താമസിച്ചത്. എന്ന ഈ അടുത്ത കാലങ്ങളിൽ ട്രസ്റ്റ് തകർച്ചയുടെ വക്കിലെത്തിയപ്പോ ഈ നഗരം തകരാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം കഴിയുന്നതിന്റെ പരമാവധി ശ്രമിച്ചു. പോവാൻ ഒരു സ്ഥലവും ഇല്ലാത്തവരെയും ഇദ്ദേഹം സഹായിച്ചു. ഇദ്ദേഹത്തിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ വാക്കു തരുന്നു എന്ന് അദ്ദേഹത്തെ തൊട്ട് സത്യം ചെയ്യുവാണ് കമാൻഡർ എർവിൻ. പിന്നീട് നമ്മൾ കാണുന്നത് അന്ന് രാത്രി പിക്സസിനോട് കമാൻഡർ എർവിൻ പറഞ്ഞ കാര്യങ്ങളാണ്. എന്റെ അച്ഛൻ ഒരു ടീച്ചറായിരുന്നു. ഒരു ദിവസം ഹിസ്റ്ററി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈറ്റൻസിൽ നിന്നും മനുഷ്യർക്ക് രക്ഷപ്പെടാനായി മനുഷ്യരാശി മതിലുകൾ സ്ഥാപിച്ചു. അങ്ങനെ 100 വർഷത്തോളം അവർ സമാധാനപരമായി ജീവിച്ചു. പക്ഷെ ഈ ഒരു പലായനം കാരണം നമ്മുടെ ചരിത്ര രേഖകളെല്ലാം മതിലിന് പുറത്തായിപ്പോയി. അതായിരുന്നു അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോ എനിക്കുണ്ടായ ഒരു സംശയം ഞാൻ അച്ഛനോട് ചോദിച്ചു. പക്ഷെ ആ സംശയത്തിന് അച്ഛൻ ഉത്തരം നൽകിയില്ല. എന്നത്തെയും പോലെ ആ ക്ലാസ്സും അവസാനിച്ചു. പക്ഷെ ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം എന്റെ ചോദ്യത്തിന് അച്ഛൻ ഉത്തരം നൽകി. ഗവൺമെന്റ് നൽകിയിട്ടുള്ള ചരിത്ര രേഖകൾ മുഴുവനും നിഗൂഢതയും പരസ്പര വിരുദ്ധമായിട്ടുള്ളതാണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പിന്നീട് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു കുട്ടിയായ എനിക്ക് അത്ഭുതം തോന്നി. പക്ഷെ എന്തുകൊണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അച്ഛൻ ക്ലാസ്സിൽ വെച്ച് പറയായിരുന്നതെന്ന് ഒരു കുട്ടിയായിരുന്നു എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റു കുട്ടികളോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നെ കാണാനായി മിലിറ്ററി പോലീസ് വന്നു. ആ ദിവസം അച്ഛൻ വീട്ടിലോട്ട് വന്നില്ല. ദൂരെ ഏതോ നഗരത്തിലെ ഒരു അപകടത്തിൽ അച്ഛൻ മരണപ്പെട്ടു. പക്ഷെ അച്ഛന്റെ മരണത്തിന് കാരണം ഗവൺമെന്റ് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. 107 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരെല്ലാം ഈ മതിലിനകത്തോട്ട് വന്നപ്പോ ഭരിക്കാൻ എളുപ്പത്തിനായി രാജാവ് ജനങ്ങളുടെ ഓർമ്മകൾ മാറ്റി എഴുതാൻ തുടങ്ങി. ഇതായിരുന്നു എന്റെ അച്ഛൻ വിശ്വസിച്ചിരുന്നത്. ഓ രാജാവ് അന്ന് അതങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ മതിലുകൾക്കുള്ളിൽ സമാധാനം നിലനിൽക്കില്ലായിരുന്നു. അതെ, ആ ദിവസം മുതൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ്. സത്യത്തിലേക്ക് അടുത്തുവെന്ന ഒറ്റ കാരണം കൊണ്ട് എന്റെ അച്ഛനെ അവരെന്തിന്? അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് ഗവൺമെന്റ് സ്വയം വിശ്വസിച്ചു കാണും. പക്ഷേ പിന്നീടാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഞാൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യരെയല്ല, അവരുടെ വീടുകളും തോട്ടങ്ങളും സ്ഥലങ്ങളുമാണ്. അവരുടെ അധികാരത്തെ ആരെങ്കിലും എതിർക്കുകയാണെന്ന് അവർക്ക് തോന്നിയാൽ അതാരായിരുന്നാലും അവരെ ഒഴിവാക്കിയിരിക്കും. അവസാനം എന്റെ അച്ഛന്റെ മരണത്തെ നീതീകരിക്കാൻ കാരണങ്ങളില്ലായിരുന്നു. അവരുടെ അത്യാർത്തിയും സ്വന്തം മകന്റെ വിഡ്ഢിത്തവും കാരണമാണ് അദ്ദേഹം മരിച്ചത്. അധികം വൈകാതെ തന്നെ അച്ഛന്റെ വിശ്വാസം എന്റെ ഹൃദയത്തിൽ സത്യമായി മാറി തുടങ്ങി. എന്റെ അച്ഛന്റെ വിശ്വാസമായിരുന്നു ശരിയെന്ന് തെളിയിക്കുന്നതാണ് എന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുവാണ് കമാൻഡർ എർവിൻ. ഇതേ സമയം തന്നെ ടൗണിൽ എല്ലാവരും സർവേ കോപ്സ് ഒരാളെ കൊന്നു എന്ന് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും അവരെ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന് വിളിച്ചു പറയുവാണ് ഇന്റീരിയൻ സ്ക്വാഡ്. ഇതൊക്കെ കേട്ട് ജനങ്ങളും സർവേ കോപ്സിനെതിരെ തിരിയുന്നു. ഇതേ സമയമാണ് ആവശ്യ സാധനങ്ങളുമായി ആരും കാണാതെ ടൗണിൽ നിന്നും എറിനും മിക്കാസയും ജിന്നും പുറത്തോട്ട് വരുന്നത്. ക്യാപ്റ്റൻ ലീവായ്, ഇത് ടൗണിൽ മിലിറ്ററി പോലീസ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു എന്ന് പറഞ്ഞൊരു പേപ്പർ കൊടുക്കുവാണ് ആർമി. ഇതിൽ പറയുന്നത് ശരിയാണെങ്കിൽ സർവേ കോപ്സിനെ ഉടൻ തന്നെ പിരിച്ചുവിടും. നമുക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാത്രി തുടങ്ങുമെന്നാ കേട്ടത്. എല്ലാ വഴിയിലും സൈനികരെ നിർത്തിയിട്ടുണ്ട്. പാസില്ലാതെ അതുവഴി കടന്നു പോകാൻ സാധിക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും ക്യാപ്റ്റൻ എന്ന് ചോദിക്കുവാണ് ആർമിൻ. ഒറ്റ ദിവസം കൊണ്ട് റേസിന്റെ എസ്റ്റേറ്റിൽ അവർക്ക് എത്താൻ സാധിക്കില്ല. ആ സമയം കൊണ്ട് നമുക്കൊരു പ്ലാൻ തയ്യാറാക്കണം. ക്യാപ്റ്റൻ, ആ ഭാഗത്തു നിന്നും ആരോ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു എന്ന് പറയുവാണ് സഷ. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അതുവഴി ആരോ ഗണ്ണും പിടിച്ച് വരുന്നുണ്ട്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ സ്റ്റോറി ഇത്രയധികം വലിച്ചു നീട്ടണോ അതോ ചുരുക്കി പറഞ്ഞാൽ മതിയൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാത്തവരേക്കും ബൈ.